ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 36ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഭാഗമാണ്. കൺജങ്ഷൻ എന്നാൽ രണ്ട് വാക്കുകളെയോ വാക്യങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷനുകൾ എന്ന് പറയുന്നത്. ഇതിലാദ്യത്തെ കൺജങ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ കൺജങ്ഷൻ ആണ്. കോർഡിനേഷൻ കൺജങ്ഷനുകളെ ചുരുക്കി നമുക്ക് ഫാൻ ബോയ്സ് എന്ന് പറയാം. ഫാൻ ബോയ്സ് എന്ന് പറയുമ്പോൾ ഫാൻ ബോയ്സിനെ എങ്ങനെ വിവരിക്കാം? എഫ് എന്ന് പറഞ്ഞാൽ ഫോർ, എ എന്ന് പറഞ്ഞാൽ ആൻഡ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട്, ഒ എന്ന് പറയുമ്പോൾ ഓർ, വൈ എന്ന് പറയുമ്പോൾ യെറ്റ്, എസ് എന്ന് പറയുമ്പോൾ സോ. അപ്പോൾ ഫാൻ ബോയ്സ് എന്നാണ് ചുരുക്കി പറയുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാൻ ബോയ്സിൽ ആദ്യത്തെ ഇതാണ് ഫോർ. ഫോർ എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം വേണ്ടി എന്നാണ് ഉപയോഗിക്കാറുള്ളത്, വേണ്ടി. എന്നാൽ ഇതിൽ ഫോർ എന്ന് പറയുമ്പോൾ കാരണമാണ് ഫോർ ആയിട്ട് ഉപയോഗിക്കുന്നത്. I slept for I tired. ഞാൻ ഉറങ്ങി കാരണം, ഫോർ എന്ന് പറയുമ്പോൾ കാരണം, ഞാൻ ഉറങ്ങി കാരണം ഞാൻ ക്ഷീണിതനായിരുന്നു. ഇതിൽ ഐ സ്ലെപ്റ്റ് ഫസ്റ്റ് വാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമ ഉണ്ടാവും. ഐ സ്ലെപ്റ്റ്, പിന്നെ ഫോർ, കോമ കഴിഞ്ഞിട്ടാണ് ഫോർ വരിക, ഫോർ, പിന്നെ ഐ വാസ് ടയേർഡ്, ഞാൻ ഉറങ്ങി കാരണം ഞാൻ ക്ഷീണിതനായിരുന്നു. She stayed home for it was raining. She stayed home for it was raining. അവൾ വീട്ടിൽ നിന്നു കാരണം മഴയുണ്ടായിരുന്നു. I took an umbrella for it might rain. ഞാനൊരു കുടയെടുത്തു, അതുകൊണ്ട് അംബ്രല്ലതിന് കോമണം. ഫോർ കാരണം, മഴ ചിലപ്പോൾ ഉണ്ടാകും, മഴ പെയ്തേക്കാം. അപ്പോൾ ഫോർ വരുന്ന, അതായത് കാരണം വെച്ചിട്ട് ഫോർ വരുന്ന കുറച്ച് വാചകങ്ങൾ നിങ്ങൾ എനിക്ക് ഹോംവർക്കായിട്ട് എഴുതി തരണം. അപ്പോൾ ഫോർ പഠിച്ചു. അടുത്തത് ആൻഡ് ആണ്. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ക്ലാസ്സിലെടുത്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഫാൻ ബോയ്സിൽ എഫ് എ എന്നുള്ള ഇതുവരെ കഴിഞ്ഞു. അടുത്ത വരാൻ പോകുന്നത് നോറാണ്. നോറിനുള്ളത് നാളെ പഠിപ്പിച്ചു തരാം. ഇനി പഠിക്കുന്ന ഗ്രാമറുകളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ യാത്രയിൽ പുരോഗതി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നല്ലൊരു ദിനം നേരുന്നു.